ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പം ഇന്നലെ വെള്ളിയാഴ്ച ഒരു ബിരിയാണി, ഒരു സൗദി സ്റ്റൈൽ ബിരിയാണി ജസ്റ്റ് തട്ടിക്കൂട്ടായിട്ട് ചെയ്തതാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു തന്നതാണ്, നാട്ടിൽ നിന്ന സമയം. അപ്പോൾ അത് അവർ ചെയ്തതുപോലെയാണ് ഞാൻ ചെയ്തത് തന്നെ. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇപ്പം ഒരുപാട് ഡിഷൊക്കെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ വിശദമായിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ സ്പീഡിലായിട്ട് എടുത്തതാണ് വീഡിയോ തന്നെ. അപ്പം നമുക്കത് സ്പീഡിൽ തന്നെ കണ്ടു പോവാം. അത് നമ്മൾ ചിലവർക്ക് പല ഇതിലും എന്താ പറയുക, ഡിഫറെൻ്റായിട്ട് ചെയ്യുന്ന രീതിയൊക്കെ അറിയാം. അപ്പം ഞാനും എൻ്റെ ഒരു രീതിയിലായിട്ട് ചെയ്തതാണ്. എൻ്റെ ഒരു രീതിയല്ല, അത് എനിക്ക് പറഞ്ഞു തന്ന് ചെയ്തതാണ്. അപ്പം ഞാൻ അത് ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ പെട്ടെന്ന് സവാളയൊക്കെ കട്ട് ചെയ്ത് തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ വീഡിയോസ് ഒരുപാട് ലെങ്ത് കൂടിയാണ് പോയത്. ഞാൻ പിന്നെ അത് മാക്സിമം കുറച്ച്, ആർക്ക് ബോറടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെയ്തതാണ്. 10-25 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു ഏകദേശം ഒരു 7 മിനിറ്റ് ആക്കിയതാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറെ എന്നെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും, എന്തേ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ കമൻറ്റിലൂടെ പറ, അപ്പോഴല്ലേ എന്നെ എല്ലാവരും അന്വേഷിക്കുന്നതെന്ന് എല്ലാവരും അവർക്കും ഒരു സപ്പോർട്ടാവും. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ, നിങ്ങൾ ഫോണിൽ കമൻറ്റ് എന്ന് ഞാൻ എപ്പോഴും പറയും. എന്നാലും അവർ പറയും, ഞങ്ങളെങ്ങനെ കമൻറ്റ് നീ അത് വീഡിയോ എന്നും ചെയ്യുന്നൊക്കെ പറയും. അപ്പം ഞാൻ വീട്ടിലെന്തെങ്കിലും ചെയ്യുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്നെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ഇട്ടായിരുന്നു, നെയിം ചാനലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് കുട്ടികളുടെ ഒരു എക്സാമും കാര്യം ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് തന്നെ. നമ്മൾ ഈ എക്സാം കാര്യമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. ഇതുപോലെ ഒത്തിരി കമൻ്റൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ ഇതാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബർ കുഴപ്പമില്ല, അങ്ങനെയുണ്ട്. പക്ഷേ വ്യൂവേഴ്സിന് അത്ര സബ്സ്ക്രൈബർ ഇല്ല, എന്നാലും കുഴപ്പമില്ല. തുടക്കക്കാരല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പം എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ബിരിയാണിയുടെ ഇതൊക്കെ വിട്ട് ഞാൻ എവിടെയോ എത്തി, അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ ഒന്ന് ദമ്മിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മസാല താഴോട്ട്, ഞാനല്ല ഇത് അവർ കാണിച്ചു തന്നതാണ്. താഴെ വെച്ച് മസാലയൊക്കെ താഴെ ഇതാക്കിയതിന് ശേഷമാണ് നമ്മൾ റൈസ് മീതെ നമ്മൾ ഇതാക്കി സെറ്റാവുന്നതല്ലേ. അപ്പോൾ ഞാൻ അതിനിടയിൽ അച്ചാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യാമായിരുന്നേ. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ചോറൊക്കെ അവർ ദമ്മ് ചെയ്തതൊക്കെ എല്ലാം അവർ എടുത്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ബാക്കി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ അച്ചാറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. ഈ അച്ചാറ് സിമ്പിളാണ്. കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാക്കാരെ വീട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടു തന്ന മാങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് പിന്നെ കുറച്ച് അന്ന് വെച്ചിരുന്ന മറ്റേ പുളിച്ചിക്ക അച്ചാർ അത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ മാങ്ങ അച്ചാറിടാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഈസി സിമ്പിൾ അച്ചാർ. അത് ഒരാഴ്ച 2 ആഴ്ച ഇരിക്കും കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ അച്ചാർ ഇരിക്കത്തില്ല, കാരണം എല്ലാവർക്കും അച്ചാർ വേണം ഇതിന്.
അപ്പോൾ താത്ത പറഞ്ഞു, നീ അല്ലേ ബിരിയാണി ചെയ്തത്, അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് ഞാൻ അച്ചാർ ചെയ്യാം, നീ മാറുന്നില്ലെന്ന്. അപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പം അവളത് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് പിന്നെ അതിനെ സൂം ചെയ്തൊക്കെ ചെയ്യണമല്ലോ അടുത്ത് നിന്നാൽ. അങ്ങനെ തന്നെ എല്ലാം ചെയ്ത് അത് ഒരു ടേസ്റ്റ് ഒക്കെ കൊള്ളാം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. നമ്മൾ അതിൽ കുറച്ച് പഞ്ചസാര ഇടും. അച്ചാർ മാങ്ങ പുളിപ്പായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇടുമ്പോഴത്തേക്കും അതൊരു ടേസ്റ്റായിരിക്കും തന്നെ. അയ്യോ, ഇതിലൊരു നമ്മൾ മസാലപ്പൊടികളൊന്നും ഇടുന്നത് കാണിച്ചില്ലായിരുന്നു. അതുമല്ല നമ്മൾ മാങ്ങ താത്താടെ വിചാരം ഞാൻ അത് ഓൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പുറത്ത് പോയായിരുന്നു മോന് കരഞ്ഞപ്പം. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഇതൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ശരി പിന്നെ കിടക്കട്ടെ, ഇങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സ്പീഡിൽ ഇതാക്കി ചെയ്തത് തന്നെ. ഞങ്ങളെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് എന്തോ ഓഫായി പോവാണ്. ഫോണിപ്പോൾ ഭയങ്കര ഹീറ്റാണ്, കാരണം നമ്മളെപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ടായി. അപ്പം ബാക്കി ഇതും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് മറന്നുപോയായിരുന്നേ. തുടക്കമായതുകൊണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ ഓഫായി, പിന്നെ ഓണാക്കാൻ വേണ്ടി മറന്നു. പിന്നെ എപ്പോഴും ഓണാക്കുന്നത് തന്നെ. അപ്പം ഇൻഷാ അല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.